ഹായ് ഹലോ അസ്സാം വലൈക്കും പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? ഇതിൽ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ മോൻ്റെ സ്റ്റോറിയാണ് ഞാനിത് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് യൂട്യൂബിലൂടെ പറയുന്നത് എന്ന് വെച്ചാൽ, നാളെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ രണ്ടാമത്തെ മോന് ജന്മം കൊടുക്കുന്നത് ഒക്ടോബർ 20-നാണ്. അന്ന് കൊറോണ അത്രയേറെ ഭീകരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് നിയാസ ക്വാറൻറ്റൈനിൽ, അനിയത്തിര മംഗലം, അതുപോലെ നിയാസ ഉമ്മാക്കിയുടെ വയ്യായിക, എല്ലാം കൂടി ടോട്ടലി ഡൗണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. എല്ലാവരും അടുത്തുണ്ട്, എന്നാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഇത് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സമയം എന്ന് പറയുന്നത് കൊറോണ ടൈം തുടക്കത്തിലൊന്നും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ അത് നടുക്കെത്തി ഒരു തരത്തിൽ നമ്മൾ പുറത്തേക്ക് ഒരാവശ്യത്തിന് പോകരുത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കംപ്ലീറ്റ്ലി മാസ്ക് യൂസ് ആക്കണം. എനിക്കും മാസ്കുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റാകുന്ന അഡ്മിറ്റ് ആകുന്നതിൻ്റെ 3-4 ദിവസം മുമ്പെയാണ് നിയാസ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം കുറേ 10-20 ദിവസത്തോളം, അതായത് ഒക്ടോബർ ആദ്യം മുതലേ എനിക്ക് നിയാസയുടെ ഒരു പ്രസൻസും ഉണ്ടായിട്ടില്ല. കാരണം ആൾ ക്വാറൻറ്റൈനിലാണ്. എത്രയോ അധികം പോലീസുകാർ വന്ന് കാസർഗോഡ് ഒരു ഉള്ളേരിയയിലുള്ളൊരു കോളേജിലാണ്. നിയാസക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. അപ്പം എല്ലാം കൂടി നമുക്ക് ടോട്ടലി നമ്മൾ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയൊരു സമയം. ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം ഒരു കൊറോണ വന്നാൽ അതെങ്ങനെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അതെങ്ങനെ നേരിടും എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ. കാരണം ജീവിതം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച ഒരു ദിവസം സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അഡ്മിറ്റാകുന്നു, കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും എല്ലാവർക്കും ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ 5 ദിവസം മുപ്പത്തെയാണ് നിയാസക്ക് കൊറോണ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഇനി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വല്ല കുഴപ്പങ്ങളുണ്ടാവുമോ എന്നുള്ളത്, പോരാത്തതിൽ ടെസ്റ്റെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഫോണിലൂടെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ 15 ജനുവരിയിൽ അഡ്മിറ്റ് ആകുന്നത് ഞാൻ. രാത്രി നമുക്ക് ആരെയും ബന്ധപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ പോയ ആ ഒരു ടൈം മുതൽ ലേബർ റൂമിലേക്ക് അവർ ആക്കിയതേ ഇല്ല. കാരണം ഒത്തിരി പേഷ്യൻസ് വരുന്നതാണ്. അങ്ങനെ സ്പ്രെഡ് ആകണ്ടെന്ന് കരുതിയിട്ട് വേദന വന്നവരെയും വരാത്തവരെയും ഒക്കെ അഡ്മിറ്റ് ആകാൻ വേണ്ടി വന്നവരൊക്കെ കംപ്ലീറ്റ്ലി ലേബർ റൂമിലേക്ക് മാറ്റുകയാണ്. 24 hours ഞാൻ ഈ മോനെയും കൊണ്ട് വേദന സഹിച്ചിട്ട് ലേബർ റൂമിൽ ഇരുന്നിട്ടുണ്ടായി. അവസാനം ഗത്യന്തരം ഇല്ലാത്തപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു, വേണ്ട, എന്നെ ഇനി സിസേറിയൻ ചെയ്തിട്ടെങ്കിലും കുഞ്ഞിനെടുക്കുക എന്നുള്ളൊരിതായിരുന്നു. കാരണം അത്രത്തോളം രാത്രി കൊതുവിൻ്റെ കടി, ആരെയും കാണാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, എനിക്ക് ഉമ്മാനെ കാണണം, നിയാസനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവരതിനൊന്നും അലൗഡ് ആക്കുന്നില്ല. അവസാനം ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതിന് ശേഷമാണ് ഉമ്മാനൊന്ന് ലേബർ റൂമിലേക്ക് കയറ്റിയത്. അപ്പം ആദ്യം സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, സെക്കൻഡ് ഡെലിവറി അല്ലേ, എന്നിട്ട് എന്തിനാണ് ഇത്ര പേടി, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ മൈൻഡിലേക്ക് കയറുന്നില്ല. ശരിക്കും വിഷൻ ഡോക്ടർ നമിക്കണം. കാരണം ഡോക്ടർ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ പറയുന്നുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് മോൻ ഇനി ജന്മം കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ലേബർ റൂമിൽ നിന്ന് എൻ്റെ പ്രസവം ഡെലിവറി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അറിയുന്നത് ആടെയുള്ള നേഴ്സുമാർക്ക് കംപ്ലീറ്റ്ലി കൊറോണ ആയിട്ട് ക്വാറൻറ്റൈനായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഭയങ്കര ഷോക്കായിരുന്നു ആ ഒരു ന്യൂസ്. കാരണം തലേന്ന് വരെ നമ്മൾ ആ നേഴ്സുമാരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേന്ന് നമ്മൾ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റുന്നില്ല, നമുക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ പറയും, ഇത് നേഴ്സ് കുഞ്ഞാന്ന് പറയും. കാരണം ആ കൊറോണയുടെ സമയത്തൊക്കെ, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, നമുക്ക് ചെക്കപ്പിന് പോകുന്ന സമയത്ത് പോലും നമുക്കൊന്ന് ക്ഷീണിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ടയർഡായാൽ നമുക്ക് വണ്ടി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഹോസ്പിറ്റലിൻ്റെ വരാതിലിരുന്നുകൂടാ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ടോക്കൺ ആകുന്നത് വരെ, ഡോക്ടർ വരുന്നവരെ പോയിട്ട് നമുക്ക്
പുറത്തിടങ്ങി പോയിട്ട് റെസ്റ്റ് എടുത്തുകൂടാ. കംപ്ലീറ്റ്ലി ഗ്ലാസ്സൊക്കെ താത്ത് പിന്നെ പൊന്തിച്ച് AC ഇട്ട് ആ ഒരു വണ്ടിയുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഇരിക്കുന്നത്. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ഞാൻ പറയും ഇന്ന് നേർച്ച കുഞ്ഞാണ്. കാരണം ആ കൊറോണ തുടങ്ങിയ ആ സമയം മുതൽ ഡെലിവറി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഞാൻ എപ്പോഴും എന്താ പറയുന്നത്, ഇത് ഒരു കേടില്ലാണ്ട് കുഞ്ഞ് ജന്മം കൊടുക്കാൻ വേണ്ടി പറ്റണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ എനിക്ക് കൊറോണ വന്നതിനേക്കാൾ കൂടുതൽ ഓർമ്മ വരുന്നത് ഞാനന്ന് അനുഭവിച്ച ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളും ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നിയാസ പുറത്ത് വന്നാൽ പോലും റൂമിലൊക്കെ ഒന്നും വരില്ല. കാരണം പേടിയായിട്ടാണ്. എനിക്ക് മാത്രമല്ലല്ലോ സംഭവിച്ചാൽ ആകുന്നത്, കുഞ്ഞിനും കൂടെ ബാധിക്കും എന്നുള്ളൊരു ഭയമാണ്. പക്ഷെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പം ഞാനിത് പറയാൻ കാരണം നമ്മൾ എന്തൊരു കാര്യവും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഏത് സമയത്താണ് എങ്ങനെയാണ് ബുദ്ധിമുട്ട് വരുന്നത് പറയുന്നില്ല. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാൽ നമ്മളത് ധൈര്യപൂർവ്വം നേരിടണം. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആകുക അല്ലെങ്കിൽ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ പ്രസൻസ് ആഗ്രഹിക്കുന്നത് പാർട്ട്ണർ തന്നെയാണ്. അവരുണ്ടെങ്കിൽ അവരിനി എന്ത് സംഭവിച്ചാലും നെവർ മൈൻഡ് എന്നുള്ള നിലയിൽ പോകും, ഷുവറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആളെടുത്തുണ്ടായി, പക്ഷെ ആളും കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ കൂടാണ്ട് മൂത്ത മോനി അന്നേരം 4 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അനിയത്തിന് കൂടിയായിരുന്നു മോനുണ്ടായത്. അത് എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. കൊറോണ സമയത്ത് ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നെ പല ന്യൂസുകൾ കേൾക്കുകയാണ്. ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് കൊറോണ, ഡോക്ടേഴ്സിന് കൊറോണ, നേഴ്സിന് കൊറോണ, കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽ അടച്ചു. അങ്ങനെ നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ പിന്നെയും കൂടുതൽ ടെൻഷനാണ് നമുക്ക്. എന്തായാലും ഇങ്ങനെ ഒരു അത്രയും കടുപ്പേറിയ കാര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് ഇന്നിപ്പോൾ എൻ്റെ 5 വയസ്സിൽ എൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. പ്രശ്നങ്ങൾ നമുക്ക് വരും. അത് ഏത് രീതിയിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ കൊറോണ എന്നെല്ലാം പറയുന്നത് നേരത്തെ കാലത്ത് നമുക്കൊരു അറിവുണ്ടേനി, ഇങ്ങനൊരു കൊറോണ വന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അറിവുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ അവിടെ തളരാതെ അവിടെ ധൈര്യപൂർവ്വം എന്തെങ്കിലും ഒരു വഴി പടച്ചോൻ കാണിച്ചു തരുമെന്നില്ല ഒരൊറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. ഞാനിതൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടും കൂടി പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.